തനിക്ക് ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി പരിചയമില്ല. പിന്നെ താൻ ഒളിച്ചോടി എന്ന അർത്ഥത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഒളിച്ചോടിയിട്ടില്ല. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സിനിമകളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തായിരുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ തനിക്കറിയില്ല, അങ്ങനൊരു പവർ ഗ്രൂപ്പും ഇല്ല എന്ന് തന്നെയാണ്. അതായത് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിരുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. ആ പവർ ഗ്രൂപ്പിൽ പ്രധാനി മോഹൻലാൽ ആണ് എന്ന അർത്ഥത്തിൽ പല ഘട്ടങ്ങളിൽ പല കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഇക്കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വിവാദങ്ങൾ മലയാള സിനിമയെ തകർക്കുന്നതായിരിക്കരുത് എന്നുകൂടിയാണ്. ആ പവർ ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ? സിജു, എന്തായാലും നിലവിൽ സർക്കാർ നടത്തുന്ന നടപടികൾ അത് സിനിമാ മേഖല പൂർണ്ണമായും പരിഷ്കരിക്കപ്പെടാൻ പര്യാപ്തമാണ്. കേരളത്തിൽ നിന്ന് ആ മാറ്റം തുടങ്ങട്ടെ എന്ന കാര്യം മോഹൻലാൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് മോഹൻലാൽ പറയുന്നത് താൻ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല. തൻ്റെ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് തനിക്കറിയുക. മറ്റത് കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്മ ഒരു ക്ഷേമ നടപടികൾ ഒക്കെ സ്വീകരിക്കുന്ന സിനിമ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായ ചർച്ചകൾ ഒന്നും നടക്കാറില്ല. അതൊരു ക്ഷേമ സംഘടനയായി പ്രവർത്തിക്കുന്നതാണ്, ട്രേഡ് യൂണിയൻ സംഘടനയല്ല എന്ന കാര്യവും മോഹൻലാൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കോൺക്ലേവിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിന്, അതുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിന് തീർച്ചയായും സിനിമയെ ഒരു നല്ല മേഖലയാക്കി മാറ്റാൻ, ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ ഉതകുന്നതാണ് കോൺക്ലേവ് എങ്കിൽ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യും എന്ന കാര്യവും മോഹൻലാൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും കുറേ ദിവസത്തിന് ശേഷം വലിയ വിവാദങ്ങൾ, ചർച്ചകൾ, പരാതികൾ ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും പ്രമുഖനായ മലയാളി നടൻ അമ്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ മോഹൻലാലിൻ്റെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ചില ചോദ്യങ്ങളിൽ നിന്ന് മോഹൻലാൽ മാറി നിൽക്കുകയാണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തനിക്കാവില്ല, നിങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞതിൽ അപ്പുറം മറ്റൊന്നും പറയാനില്ല എന്ന കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോഹൻലാൽ. എന്തായാലും സുജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പവർ ഗ്രൂപ്പ് ഉൾപ്പെടെ സിനിമയിൽ ഉണ്ട് എന്ന കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നു. നിരവധി ആളുകൾ അത്തരത്തിലുള്ള മൊഴികളും നൽകിയിട്ടുണ്ട്. മൊഴികൾ പുറത്തു വരട്ടെ, അത് കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള മുന്നോട്ട് പോകുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന കാര്യവും വ്യക്തമാക്കുകയാണ്. തന്നോട് സിനിമാ മേഖലകളിൽ ഇത്തരത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാ മേഖലകളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരം ചെറിയ പ്രശ്നങ്ങൾ മാത്രം കേട്ടിട്ടുണ്ട് എന്ന മറുപടി പറഞ്ഞ് ആ വിഷയവും അവസാനിപ്പിക്കുകയാണ്. പൂർണ്ണമായും മോഹൻലാൽ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടെയുള്ള ഒരു മറുപടി വ്യക്തമാക്കുന്നില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. കാരണം ഏറ്റവും മുതിർന്ന സിനിമാ മേഖലയിലെ, മലയാള സിനിമാ മേഖലയിലെ ആളുകളുടെ ഗണത്തിൽപ്പെട്ട ആളാണ്. അമ്മയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച, ഭാരവാഹിയായൊക്കെ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇത്തരം അതിക്രമങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായി ഇത്തരം ലൈംഗിക അതിക്രമം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. നിലവിലാരെങ്കിലും പരാതി തന്നോടോ അല്ലെങ്കിൽ സംഘടനയിലോ പറഞ്ഞോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്താൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല. പക്ഷേ മോഹൻലാൽ പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മലയാള സിനിമയെ ശുദ്ധീകരിക്കുന്നതിൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, കോടതിയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് സിനിമാ മേഖലയെ പരിഷ്കരിക്കാൻ പര്യാപ്തമാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത്. മോഹൻലാലിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ സിനിമാ മേഖലയടക്കം വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം. ഇവിടെ മോഹൻലാൽ പറഞ്ഞു വെച്ചത് സമൂഹത്തിൻ്റെ മറ്റേത് മേഖലയിലും പോലെ പ്രശ്നങ്ങൾ സിനിമയിലുമുണ്ട്. അങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ലഘൂകരിക്കാൻ ഒരു ശ്രമം മോഹൻലാൽ നടത്തിയെന്ന് വായിച്ചെടുക്കാനാകുന്നുണ്ടോ? സിജു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ താൻ പൂർണ്ണമായും പരിശോധിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അതിൽ ഒരു പരിഷ്കരണം ഉണ്ടാക്കാൻ ഉതകുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഉയർന്ന പരാതികളുണ്ട്. ആ പരാതികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഇല്ല എന്നുള്ളതാണ്. നിലവിൽ പ്രമുഖരായിട്ടുള്ള നടന്മാർക്ക് എതിരെ ഒക്കെ ലൈംഗിക പീഡനത്തിനും അതുപോലെ തന്നെ അതിക്രമത്തിനും അത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നു. അതിൽ അന്വേഷണം നടക്കുന്നു, മൊഴി രേഖപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും നടക്കുന്നു.
പക്ഷേ ആ കാര്യങ്ങളിൽ ഒന്നും മോഹൻലാൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. അതിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താൻ പൂർണ്ണമായും വായിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതികരിക്കാൻ താനില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, പുറത്തു വന്ന കാര്യങ്ങൾ, മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പരിഷ്കരണത്തിന് ഉതകുന്നതാണെങ്കിൽ അതുമായി മുന്നോട്ട് സർക്കാർ പോകണം. കേരളത്തിൽ നിന്ന് ആ മാതൃക തുടങ്ങട്ടെ എന്നുള്ള കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദീഖിനെതിരെ ഉയർന്ന പരാതി, അതുമായി ബന്ധപ്പെട്ട നടപടികൾ, അത്തരം കാര്യങ്ങളിൽ ഒന്നും ഇതുവരെ ഒരു മോഹൻലാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. സിജു.